നാട്ടിൽ നന്മ മരങ്ങളെ തട്ടി നടക്കാൻ വയ്യ. എവിടെ നോക്കിയാലും നന്മ മരങ്ങളുടെ ബഹളമാണ്. ചാകരയാണ്. ചാരിറ്റി ചെയ്യുന്നവരായിക്കോട്ടെ, ഓൾഡ് ഏജ് ഹോമുകൾ നടത്തുന്നവരായിക്കോട്ടെ, ഓർഫനേജുകൾ നടത്തുന്നവരായിക്കോട്ടെ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഉദയഗിരിജയുടെ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോമും ഓർഫനേജുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ കേട്ടൊരു വാർത്തയാണ്, ഇവരുടെ മകൻ ഒരു അനാഥ കുട്ടിക്ക് ജീവിതം നൽകി. ആ സ്ഥാപനത്തിൽ തന്നെ ജീവിച്ച് വളർന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തു. അങ്ങനെ ഒരു നന്മ ചെയ്ത ആ പയ്യൻ്റെ പേര് വിഷ്ണു എന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അവനെക്കുറിച്ചും ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായ ഉദയഗിരിജ എന്ന ലേഡിയെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് വാനോളം പുകഴ്ത്തിയ ഒരു ന്യൂസ് ആയിരുന്നു അത്. സ്വന്തം മകനെ കൊണ്ട് ആ സ്ഥാപനത്തിലൊരു കുട്ടീനെ കല്യാണം കഴിപ്പിക്കാൻ ആ അമ്മ കാണിച്ച മനസ്സ്, ആ അമ്മയുടെ മനസ്സ് എത്ര വലുതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഷീ ടോക്സ് എന്ന് പറഞ്ഞ ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. അതായത് ആ പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 7ാമത്തെ മാസം ഡെലിവറി കഴിഞ്ഞു, കുട്ടിക്ക് പ്രിമച്വർ ബേബി അല്ല വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു. ആ സമയത്ത് ഞാൻ ആലോചിച്ചു, ഇവർക്ക് ഇത് എന്തിൻ്റെ കേടാണ്? അവർ കല്യാണം കഴിച്ചു, കുട്ടി 7ാം മാസമോ 8ാം മാസമോ അല്ലെങ്കിൽ 10ാം മാസമോ എപ്പോഴായാലും പുറത്തേക്ക് വരട്ടെ, അതിന് ആർക്കാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അതിൻ്റെ പുറകെ കേട്ട വാർത്തകൾ എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. ഞാൻ ആ വാർത്തയിലേക്കൊന്നും പോകുന്നില്ല, കാരണം എല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പോലീസ് കേസെടുക്കുകയും അതും പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയും അതിൻ്റെ പുറകെ തന്നെ ഈ സ്ഥാപനത്തെക്കുറിച്ച് പല രീതിയിലുള്ള അലിഗേഷൻസ് വരുന്നു. ഇപ്പോൾ പറഞ്ഞ് ഉദയഗിരിജ എന്ന് പറയുന്നത് മമ്മി ഗിരിജ എന്ന പേരിലേക്ക് അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഇന്ന് ഈ ഉദയഗിരിജ എന്ന് പറയുന്നത് ഒരു ചെറിയ ഡൗൺ സെറ്റപ്പിലേക്കൊക്കെ അറിയപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇവരുടെ ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത് സന്ധ്യ പല്ലവി എന്ന് പറയുന്നൊരു ചേച്ചിയായിരുന്നു. അവരവരുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. കുറച്ച് ദിവസങ്ങൾ, ഒരു 3-4 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അവർ മനസ്സിലാക്കിയ കുറേ അധികം കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവെക്കുകയും അതിനെ ചൊല്ലിയുണ്ടായ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്ന് ഭയങ്കരമായിട്ട് ആളുകൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഈ സ്ഥാപനം ഇപ്പോൾ സീൽ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഷഫീന ചേച്ചിയായിരുന്നു. അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ സന്ധ്യ പല്ലവിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഈ ഉദയഗിരിജയുടെ കൂടുതൽ അപ്ഡേഷൻസ് ആണ് ഈ സന്ധ്യ പല്ലവി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഓരോ വ്യക്തികളെയും ഇവർ എത്രമാത്രം ടോർച്ചർ ചെയ്തിരുന്നു ആ ഓർഫനേജിൻ്റെ മറവിൽ, അല്ലെങ്കിൽ ആ ഓൾഡ് ഏജ് ഹോമിൻ്റെ മറവിൽ എത്രയോ ആളുകളെ മൃഗീയമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ ഉദയഗിരിജ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ ആ പോക്സോ കേസിലേക്കൊന്നും പോകുന്നില്ല, കാരണം അതൊരു പെൺകുട്ടിയുടെ ലൈഫാണ്, അല്ലെങ്കിൽ അതിലേക്കൊന്നും പോയാൽ ശരിയാവത്തില്ല. പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഓർഫനേജും അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അവിടുന്ന് ഒരു 22ഓളം കുട്ടികളെ കഴിഞ്ഞ ദിവസം മാറ്റി പാർപ്പിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ഥാപനം പൂട്ടി ഈ അമ്മയും മകനും ഉദയഗിരിജയും അതുപോലെ വിഷ്ണുവും ഇപ്പോൾ ഒളിവിലാണെന്നാണ് കേൾക്കുന്നത്. ഇനി മുൻകൂർ ജാമ്യമൊക്കെ കിട്ടുവാണെങ്കിൽ, കിട്ടാൻ ചാൻസ് കുറവാണ്, പക്ഷേ കിട്ടുവാണെങ്കിൽ അതിനൊക്കെ ശേഷമായിരിക്കും അവർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സന്ധ്യ പല്ലവിക്ക് എന്താണ് പറയാനുള്ളത്? അവർ കേസിൻ്റെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സന്ധ്യ പല്ലവിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതോടൊപ്പം തന്നെ അവരൊരു ഓഡിയോ ക്ലിപ്പും കൂടി പുറത്തേക്ക് വിടുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാനുണ്ട്. നമുക്ക് എന്തായാലും സന്ധ്യ പല്ലവിക്ക് എന്താണ് ഈ വിഷയത്തിൽ ഇനി പറയാനുള്ള അവരുടെ അപ്ഡേഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്നലെ ഞാൻ പരാതി കൊടുത്ത കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇന്നലെ ADM-നാണ് പരാതി കൊടുത്തത്. ഡിജിറ്റൽ തെളിവ്, അതായത് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ഉൾപ്പെടെയാണ് ADM-ന് പരാതി കൊടുത്തത്. അത് പൂർണ്ണമായും കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇന്ന് ഒരു നടപടി ഉണ്ടായത്. വളരെ സന്തോഷമുണ്ട്. പിന്നെ അലേവി എൻ്റെ പേര് കൊണ്ടുവന്നൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ആളുകൾ മുഴുവൻ അവർക്കെതിരെ പോസ്റ്റ് ഇടുന്നു, അവരെ കളിയാക്കുന്നു, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്നു. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് ആകെ ഒരാളെ ഉള്ളൂ പ്രശ്നം, സന്ധ്യ പല്ലവി. സന്ധ്യ പല്ലവി എന്തുകൊണ്ട് പ്രശ്നമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. സന്ധ്യ പല്ലവിയാണ് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത്. സന്ധ്യ പല്ലവി ഒരു പക്ഷേ അവിടെ പോയില്ലായിരുന്നുവെങ്കിൽ, സന്ധ്യ പല്ലവി ഒരു പക്ഷേ അവിടെ പോയിട്ട് ആ വീഡിയോ എടുത്തില്ലായിരുന്നുവെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, വിവരങ്ങൾ പുറത്തേക്ക് വിടാതിരുന്നെങ്കിൽ സന്ധ്യ പല്ലവി അവരുടെ ശത്രു ആവില്ലായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ആരും അറിയില്ലായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം പുറം ലോകത്തേക്ക് വന്നതും ഇന്ന് സോഷ്യൽ മീഡിയ ഇത് ചർച്ച ചെയ്യുന്നതും ഈ സ്ഥാപനം നടത്തിപ്പുകാർക്കെതിരെ കേസെടുത്തതും ആ സ്ഥാപനം പൂട്ടിയതും. നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി കേസ് അത് അതിൻ്റെ വഴിക്ക് നടന്നോളും. കുറച്ച് നാൾ ചിലപ്പം അതിൻ്റെ കേസ് പറയേണ്ടി വരുമായിരിക്കും. പക്ഷേ സത്യം ഒരു നാൾ ജയിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. ബാക്കി ഞാൻ മാത്രം നിങ്ങൾക്ക് എതിരാണെന്നുള്ള ചിന്ത എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്ന്? അപ്പം നിങ്ങൾക്കറിയാം എന്താ കാര്യം എന്നുള്ളതല്ലേ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് പോകും. ഞാൻ നിയമത്തിൻ്റെ വഴിക്കാണ് പോകുന്നത്. എനിക്ക് നിയമം മതി. ഇന്നലെ രാവിലെ എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പ്ലീസ് എന്നെ ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞ്. ഞാൻ അപ്പോൾ തന്നെ ആ നമ്പർ തിരിച്ചു വിളിച്ചു. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛൻ്റെ സഹോദരിയാണ് വിളിച്ചത്. അമ്മ അവരെ ഉപേക്ഷിച്ചിട്ട് പോയി, 3 പെൺകുട്ടികളായതുകൊണ്ട്. അച്ഛൻ മദ്യപാനിയാണ്.
അപ്പം അച്ഛൻ്റെ അമ്മയാണ് അവരെ നോക്കുന്നത്. CWC ഒക്കെ ഇടപെട്ടിട്ടാണ് അവരെ അവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പം തന്നെയല്ല, അവർക്ക് അതിലൊരു കുട്ടീനെ സ്വന്തം അച്ഛൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് അംഗൻവാടി ടീച്ചർ നേരത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ട അദ്ദേഹം കൂടിയാണ് CWCയിൽ ആ കുട്ടീനെ എത്തിച്ചത്. അപ്പം ഗിരിജ മാഡം ഈ പിള്ളേരെ ഒരൊറ്റ അപേക്ഷ, ഇനിയെങ്കിലും അവരെ മാഡം എന്ന് വിളിക്കരുത്. യാതൊരു ബഹുമാനം കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല ഈ ഗിരിജ എന്ന് പറയുന്നത്. ഒരു മനുഷ്യ പിശാച് എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി തോന്നിവാസങ്ങളാണ് അവർ ആ സ്ഥാപനത്തിൻ്റെ മറവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കേൾക്കുന്നതും അറിയുന്നതും. അതുകൊണ്ട് ഇനി അവർക്ക് യാതൊരു ബഹുമാനം കൊടുക്കേണ്ട കാര്യമില്ല. മാഡം എന്നുള്ള വിളി കഴിവതും ഒഴിവാക്കുക. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ബാക്കി ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നത് പോക്സോ കേസിലെ ആ കുട്ടികൾ വരാനാണ് മറ്റു കുട്ടികളോട് പറയുന്നത്. അതിൽ 3 മക്കളിൽ മൂത്തവൾക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം അതൊരു ഐഡന്റിറ്റിയാണ്, അതൊരു മാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഇവരിങ്ങനെയാണ്. അത്രയും പിള്ളേരുള്ള സ്ഥാപനത്തിൽ, അത്രയും കുട്ടികളുള്ള സ്ഥാപനത്തിൽ കുറച്ച് കുട്ടികൾക്ക് മാത്രം ആ ഒരു ലേബൽ ഒട്ടിച്ചു കൊടുക്കുന്നത് തെറ്റല്ലേ മാഡം? അതിന് കാരണം അവരുടെ മകൻ അത്തരം ഒരു പ്രവൃത്തി ചെയ്ത ഒരാളാണ്. അപ്പോൾ അവർക്ക് അത്തരം വിളികൾ വിളിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ ആ കുട്ടികളെ അങ്ങനെ വിളിച്ചത്, അങ്ങനെ ഒരു അഡ്രസ്സ് കൊടുത്തത്. ശുദ്ധ തോന്നിവാസത്തിന് പറയാൻ പറ്റുള്ളൂ. അതിന് വേറൊന്നും പറയാൻ വാക്കുകളില്ല. പിന്നെ പറയണമെങ്കിൽ വാക്കുകൾ അതിര് കടന്നു പോകും. ഇവരൊരു അമ്മയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അവരെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അതുകൊണ്ട് ഇപ്പോൾ അവരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ മറ്റൊരു കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. 1 2 ഒന്നും അല്ല. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബാക്കിയേക്കാം. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ചാത്തി കൊടുക്കുന്നത് തിരിച്ച് നമുക്ക് തന്നെ തിരിച്ചത് അടിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മാഡത്തിൻ്റെ കുടുംബത്തിൽ അതൊന്ന് അടിച്ചു എന്നുള്ളതാണ്. ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് എത്ര വേദനിച്ചാണ്. ഇനി അടുത്തത് ആ കുട്ടികളുടെ സ്റ്റൈബൻഡ് തുച്ഛമായ രൂപയെ കിട്ടത്തുള്ളൂ. സ്റ്റൈബൻഡ് ഇപ്പം 1000 രൂപ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വെറും നിർദ്ധരായ കുട്ടികൾ. ഇന്നലെ ഞാൻ കണ്ണാടിക്കുട്ടം എന്ന് പറയുന്ന ഓൺലൈൻ യൂട്യൂബർ വിനീഷും ഞാനും കൂടി ആ വീട്ടിൽ പോയിരുന്നു. ഒരു റൂമിൽ അടച്ചുപൂട്ടുള്ളത്. ഭൂമിയുണ്ട്, സ്വന്തമായിട്ടൊരു വീടില്ല. ഈ അമ്മാമ്മയുടെ കൂടാണ് അവർ അപ്പച്ചിയുടെ വീട്ടിലാണ് താമസം. പിള്ളേരെ സുരക്ഷിതമായിട്ട് ഒരിടത്ത് ഏൽപ്പിച്ച് അവരെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഉയർത്തിക്കൊണ്ട് വരണം ആഗ്രഹം ഉണ്ടായിരിക്കാം ആ അമ്മ അതിന് സമ്മതം മൂടിയത്. പക്ഷേ അവരെ പോലും കാണിക്കാൻ ഗിരിജ മാഡം സമ്മതിക്കാറില്ല. ഓർഡർ മേടിച്ചുകൊണ്ട് വരാൻ പറയും. കളക്ടർ അടുത്ത് നിന്ന് പരാതി കൊടുക്കും, അപേക്ഷ കൊടുക്കും. കളക്ടർ ആ അപേക്ഷ CWCയിലേക്ക് അയക്കും. CWC ചെയർമാൻ നിങ്ങൾക്ക് ആ ഓർഡർ കൈമാറില്ല. കാരണം എന്താ? നിങ്ങൾ അവരെ ഉപദ്രവിക്കാറുണ്ട്. നിങ്ങൾ ഉപദ്രവിച്ച CWCന്ന് അന്വേഷണം വരുവാണെങ്കിൽ നിങ്ങൾ ഉപദ്രവിച്ച കാര്യം പിള്ളേർ പറയും അവരോട്. അതുകൊണ്ട് നിങ്ങൾ ഓർഫനേജിലെ അന്തേവാസികളെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചായി പറയുന്നത്. അതായത് ഇവരുടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന കുട്ടികളെ, ഇപ്പോൾ ഒരു 10-22 കുട്ടികളെ മാറ്റിയല്ലോ. അപ്പോൾ ഈ കുട്ടികളെല്ലാം ഈ സ്ത്രീ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. CWCയിൽ നിന്ന് അന്വേഷണം വന്നു കഴിഞ്ഞാൽ ആ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നാൽ സ്ഥാപനം അടച്ചു പൂട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഈ കുട്ടികളെ വീട്ടിലേക്ക് പോലും വിടാത്തത്. അവിടെ തന്നെ പിടിച്ചു നിർത്തിയിരുന്നത്. സമ്മതിക്കണം, ശരിക്കും ഒരു പിശാച് എന്ന് തന്നെ പറയേണ്ടി വരും. അമ്മാതിരി സ്വഭാവ വൈകൃതമാണ് അവർ കാണിച്ചിട്ടുള്ളത്. മുതിർന്ന കുട്ടികളെ കൊണ്ട് ആ കുഞ്ഞുങ്ങളെ അടുപ്പിക്കും. അവർക്ക് അടിക്കാനോ പിടിക്കാനോ വിളിക്കുമ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് പോക്സോ എന്നാണ്. പോക്സോയിലെ പിള്ളേരെ കൊണ്ടുവരാനാണ്. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ആ പേര്, അതായത് നിങ്ങളുടെ കൊച്ചുമകൾക്ക് ആ പേര് വീണ് കിട്ടി. മനസ്സിലായോ? കർമ്മ എന്ന് പറയുന്നത് ചെറിയൊരു സാധനമല്ല. അത് എന്നായാലും തിരിച്ചടിച്ചിരിക്കും, ഏത് രീതിയിലെങ്കിലും. അത് നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ട്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. പണ്ടൊക്കെ ആയിരുന്നു പിന്നെ. ഇപ്പോൾ പക്ഷേ സ്പോട്ട് ഡെലിവറിയാണ് എല്ലാം. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഫലം കിട്ടിയിരിക്കും. അതാണ് ഇപ്പോൾ ഉദയഗിരിജയും ഫാമിലിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ പെൺകുട്ടി അവളവിടെ അനാഥയായിട്ട് ജീവിച്ച് വന്ന കുട്ടിയാണ്. ആ കുട്ടീനെ കല്യാണം കഴിച്ചു, ഒരു കുഞ്ഞ് ജനിച്ചു. ഇപ്പോൾ അത് ആഫ്റ്റർ ഡെലിവറി ടൈമാണ്. അത് എത്രമാത്രം മോശപ്പെട്ടൊരു അവസ്ഥയെ കൂടിയായിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. അത്തരൊരു അവസ്ഥയിലേക്ക് ആ കുട്ടിയെ കൊണ്ട് എത്തിച്ചതാരാണ്? ഈ അമ്മയും മകനും അല്ലേ? പിടിച്ചകത്തിട്ട് നന്നായിട്ട് പെരുമാറുക വേണ്ടത്. 2 പേരെയും, ഒരാളല്ല 2 പേരെയും. അറിയില്ല എന്താവും ഏതാവും, ഒന്നും ഒരു ഐഡിയ ഇല്ല. കേൾക്കാൻ ബാക്കി. കർമ്മ അത് തിരിച്ചടിക്കും. ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല അല്ലേ? ആരോട് ചോദിച്ചിട്ട് ആ അമ്മ 70 വയസ്സുള്ള അമ്മയുടെ കയ്യിൽ നിന്ന് റേഷൻ കാർഡും ആധാറും ഒക്കെ വാങ്ങിച്ച് ആ കുട്ടികളുടെ 3 പേരുടെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ അക്കൗണ്ട് എന്തിന് അവരെ കയ്യിൽ നിന്ന് അത് മേടിച്ചുകൊണ്ട് ബാങ്കിൽ പോയി നിങ്ങളുടെ പേരിലേക്ക് അവരുടെ ഗ്രാൻഡും ബാക്കിയും സ്പോൺസർമാരിടുന്ന പൈസയൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരത്തക്ക രീതിയിൽ നിങ്ങൾ എന്തിനത് മാറ്റി? അതിനുള്ള ആൻസർ നിങ്ങൾ അടുത്ത വീഡിയോയിൽ തരണം. നിങ്ങൾ ഇട്ട വീഡിയോക്ക് എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ തരാൻ പറ്റുമെങ്കിൽ ഇവിടെ വാ. ഒളിവിലല്ലേ ചേച്ചി? അവർ ഒളിച്ച് ജീവിക്കുകയല്ലേ, പിന്നെ എങ്ങനെ ആൻസർ തരും? ഒളിച്ചിരിക്കുന്നവർ എങ്ങനെ ആൻസർ തരിക? തിരിച്ചു വരട്ടെ, മറുപടി ഒന്നും പറയാനൊന്നും ഉണ്ടാവില്ല. കാര്യം പറയുന്നതൊക്കെ സത്യങ്ങളാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് മറുപടിയൊന്നും അവിടുന്ന് പ്രതീക്ഷിക്കേണ്ട. അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വലിയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-22 മിനിറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ഇവരെപ്പോലെ നല്ലൊരു വ്യക്തി ഇതുപോലെ അമ്മമാരെല്ലാവർക്കും ഉണ്ടാവണം എന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന കഥകളെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ നേരെ വിപരീതമായിട്ടാണ്. ഇനി നമുക്ക് കേൾക്കാനുള്ളത് ഈ കുട്ടികളുടെ ആൻറ്റി, അതായത് കുട്ടികളുടെ അച്ഛൻ്റെ സഹോദരി, അവർക്ക് എന്താണ് പറയാനുള്ളത്? കുട്ടികളുടെ അമ്മയില്ല, അച്ഛൻ കുടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ പേരിലാണ് കുട്ടികൾ അവിടെ കൊണ്ട് നിർത്തിയത്. പക്ഷേ ആ കുട്ടികൾ നേരിട്ട കുറേ മാനസിക ശാരീരിക പീഡനങ്ങൾ, അതിനെക്കുറിച്ചാണ് അവരുടെ ആൻറ്റി പറയുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം. അതുകൊണ്ട് അതുങ്ങളുടെ ജീവിതം അതിൻ്റെ ഒരു വീടില്ല. പിന്നെ അംഗൻവാടിക്കാരെ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ പ്രതിയാക്കി എന്നിട്ട് കേസ് ഞങ്ങൾ നടത്തി അവനെ വെറുതെ വിട്ടു. അവൻ കുറ്റം ചെയ്തില്ല, ഒരു കോടതി പറഞ്ഞു വെറുതെ വിട്ടു. ആ കേസിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഞങ്ങളുടെ അമ്മ എടുത്തു, വക്കീൽ മുഖേന ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന ഉടനെ ഈ കുഞ്ഞുങ്ങളോട് അവർ പറയുന്നത്, അയ്യോ നീ ഹോസ്പിറ്റലിലെ കുഞ്ഞുങ്ങളെ ഇനി വിളിക്കും. എൻ്റെ അമ്മ എന്ത് കാര്യമാണ് നടക്കുന്നതെന്ന് അറിയില്ല. ഹോസ്പിറ്റലിലെ കുഞ്ഞുങ്ങളെ ഇനി വിളിക്കും. എൻ്റെ മോള് മരിക്കും, അന്നേരം 1 വർഷമായി.
ഞാൻ ആ വിഷമത്തിലാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഇടപെടാനോ നിങ്ങളുടെ കാര്യം തരത്തിനോ ഒക്കെ ഞാൻ അങ്ങ് ഇതായിരിക്കും. അപ്പം ഞങ്ങളുടെ അമ്മ പറഞ്ഞു അവിടെ നല്ലൊരു സുരക്ഷിതം ഉണ്ട്, പെണ്ണുങ്ങളുടെ ഇല്ലയോ എങ്ങനെയും 10ാം ക്ലാസ് വരെ അവിടെ നിന്ന് പഠിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് ചെയ്യും. അമ്മ പ്രായമായത് കണ്ണ് കാണാത്ത കണ്ണ് കാണും, എന്നാൽ അമ്മയ്ക്ക് എൻ്റെ അമ്മയാക്കിയത്. അപ്പം ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ വേറെ പതിനായിരത്തിൻ്റെ സ്ഥാപനത്തിൽ അങ്ങനെ മാറ്റാൻ പറ്റും. ആ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഇതെല്ലാം പറയും, അപ്പാ ഞങ്ങളെ കൊണ്ടുപോകേ ഇവിടെ ഞങ്ങളെ അടിക്കുകയൊക്കെ. എൻ്റെ മോള് എടുത്തപ്പോൾ നമുക്ക് കുട്ടികാടായിട്ട് ചേച്ചിയുണ്ടോ സാറുണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ട് മൂന്ന് ഇങ്ങനെ സാറന്മാരെല്ലാം കൂടെ അവരെ ജോലി ബാക്കി ചെയ്യുന്നവരെല്ലാം കൂടെ വന്നു. കുഞ്ഞുങ്ങളെ ഞങ്ങളെ നോക്കി നോക്കാൻ സമ്മതിക്കത്തില്ല, ഞങ്ങളോട് മിണ്ടാൻ സമ്മതിക്കത്തില്ല. സ്വന്തം കുടുംബക്കാരെ പോലും ആ കുട്ടികളെ കാണിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പം അവിടെയുള്ള ഒരു കുട്ടീനെയും അവരെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ പുറം ലോകം കാണിക്കത്തില്ലെന്ന് തോന്നുന്നു. പുറത്ത് ആരെയും കാണിക്കത്തില്ല, അവരുടെ ബന്ധുക്കളെ പോലും കാണിക്കത്തില്ല. ഇനി കാണണമെന്ന് പറഞ്ഞാൽ ഓർഡറുമായിട്ട് വരാൻ പറയും. ഞാൻ കേട്ടിട്ടില്ല ഒരു ഓർഫനേജിലും അങ്ങനെ ചെയ്യുന്നത്. ഏതൊരു കുട്ടിക്കാണെങ്കിലും ഒരു ഗാർഡിയൻ ഉണ്ടാവും, ഏത് ഓർഫനേജിലാണെങ്കിലും. ആ ഗാർഡിയനെങ്കിലും അറ്റ്ലീസ്റ്റ് ആ കുട്ടികളെ കാണാനുള്ളൊരു പെർമിഷൻ ഉണ്ടാവും. പക്ഷേ ഇവിടെ അതുപോലും സമ്മതിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ടും ഇതൊന്നും ഇതുവരെയും പുറത്ത് വരാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാത്തത്. ഇത്രയും കാലമായിട്ട് ഈ കുട്ടികൾ അനുഭവിക്കുന്ന ടോർച്ചറിങ് എന്തുകൊണ്ട് പുറം ലോകം അറിയുന്നില്ല? ഈ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന വ്യക്തി അവിടെ എത്തിയതിന് ശേഷമാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. അതുവരെ ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ അവരവിടെ പോയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ആ കുട്ടികൾ അവിടെ ഈ ടോർച്ചറിങ് സഹിച്ച് ഇതെല്ലാം അനുഭവിച്ച് അവിടെ കിടക്കേണ്ടി വന്നേനെ. സന്ധ്യ പല്ലവി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കണം ഒരു വലിയ നമസ്കാരം, അല്ലെങ്കിൽ ഒരു വലിയ കയ്യടി. അവരുടെ ആ ധൈര്യം, അവരുടെ ആ ഒരു എന്താ പറയുക, അവിടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടാൻ കാണിച്ച ആ ഒരു മനസ്സ്, അതിനൊരു ബിഗ് സല്യൂട്ട്. അപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, അമ്മേ നമുക്ക് ട്രെയിനിങ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളോട് മിണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വെക്കേഷൻ വീട്ടിൽ വരില്ലേ? വെക്കേഷൻ വീട്ടിൽ വിടത്തില്ല. അവർ ഇന്ന് വരെ ഒരു 3 ദിവസം വിട്ടേക്കുള്ളൂ. ആ കളക്ഷൻ വേറുള്ളപ്പോൾ ഒരു 3 ദിവസം. ഇതൊക്കെ എൻ്റെ അമ്മയെ കാണിച്ചൂടെ, ഞങ്ങളെ കാണിച്ചൂടെയായിരുന്നു. ഞാൻ കഴിഞ്ഞുള്ള അവകാശം കാണാനുള്ള അവകാശം. അതുങ്ങൾ അനാഥ കുഞ്ഞുങ്ങളല്ല, അതുങ്ങൾക്ക് തള്ളയുണ്ട് തന്തയുണ്ട്, അതുങ്ങൾക്ക് ഞങ്ങൾ അവൻ്റെ പെണ്ണന്മാർ കൂടി വരുന്നുണ്ട്. അനാഥകളെന്ന് അവരെ പറയുന്നത്. അവളെ അനീതയെ മുതകളെ വീടുകളിലേക്ക് വിടാമെന്ന് പറഞ്ഞൊരു വീട് ഞങ്ങളുടെ അമ്മയോട് വീട് ചേച്ചി 3 മാസം വീടുകളിലേക്ക് വിടാം, ഫോണ്ടൊക്കെ പല്ലൊക്കെ കുഞ്ഞിനും ചെയ്യുന്നു. ഞങ്ങളുടെ അമ്മ എൻ്റെ മോൻ എന്നെ കൊല്ലും, ഇത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവിടാം, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ വീടുകളിലേക്ക് വിടാം. അത് അവിടെ ജോലി ചെയ്യുന്ന മാഡം. എങ്ങനെ ഇരിക്കുന്നു? ഗ്രാൻഡ് ഉണ്ടായിരുന്നു, സ്റ്റൈഫൻ ഉണ്ടായിരുന്നു. ആ സ്റ്റൈഫൻ്റെ ഈ കുട്ടികളുടെ അക്കൗണ്ടിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിനെ മാറ്റിയിട്ട് ഈ ഉദയഗിരിജയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. പൈസയ്ക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. പാവങ്ങളുടെ പൈസ എടുത്തു വെച്ച് തിന്നാൻ എങ്ങനെ പറ്റുന്നു, എങ്ങനെ മനസ്സ് വരുന്നു? അതിൻ്റെയൊക്കെ ഫലം തന്നെയാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർന്നു, ഉദയഗിരിജ തീർന്നു, ഉദയഗിരിജയുടെ മകനും തീർന്നു. ഒന്നുകിൽ ഒളിവ് ജീവിതം തന്നെ ശരണം, അല്ലെങ്കിൽ നേരെ വന്ന് പോലീസിന് കീഴടങ്ങാം. പിന്നെ കേട്ടു അവിടെ എന്തോ അന്തേവാസി മരിച്ചിട്ടുണ്ട്, ആ മരണത്തിന് പിന്നിലും ഇവരുടെ എന്തൊക്കെയോ കൈകളുണ്ടെന്നൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരുപാടുണ്ട്. ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അവസാനം ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അവസാനിക്കുമായിരിക്കുമെന്ന് പറയേണ്ടി വരും. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഉദയഗിരിജയെ അറിയുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.